ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഷ് മോളി ഒരുവിധം പേർക്ക് ഇഷ്ടമാണെങ്കിലും ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുക്കേണ്ട മടി ആലോചിക്കുമ്പോൾ ആ നേരം സാധാരണ മീൻകറി ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് പലരും. ഇന്ന് ഞാൻ തേങ്ങയോ തേങ്ങാപ്പാലോ തരി പോലും ചേർക്കാതെ തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റിൽ നല്ല കുറുകിയ ചാറോട് കൂടിയ ഫിഷ് മോളിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ഞാൻ തേങ്ങാപ്പാലിന് പകരം കറിക്ക് നല്ല ക്രീമി ടെക്സ്ചർ കിട്ടുക ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം തേങ്ങാപ്പാൽ ചേർക്കാത്ത ഫിഷ് മോളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ദയവായി പ്രസ് ചെയ്യണേ. ഫിഷ് മോളിയിൽ നമ്മൾ ഫ്രൈ ചെയ്ത മീൻ ചേർത്താണ് കറി വയ്ക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1/2 കിലോ ആവോലി മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി നല്ലപോലെ വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം മീനിൽ. എന്നിട്ട് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കായ നല്ലപോലെ മീനിൽ പിടിക്കും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാനൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അതുകൊണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ കുറച്ച് കറിവേപ്പിലയും 2 സവാള അരിഞ്ഞതും 5 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളിയും ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. പൊടികൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ മസാല ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് മിക്സിയിലോട്ട് മാറ്റാം. ചട്ടിയിൽ തന്നെ ഇരുന്നാൽ ചൂട് പെട്ടെന്ന് ആറി കിട്ടില്ല. പക്ഷെ നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതിയിട്ടാ. ചൂടോടുകൂടി അരച്ചാൽ ഉള്ളിലുള്ള ചൂട് കൊണ്ടുള്ള പ്രഷർ കാരണം മൂടി തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അരയ്ക്കാൻ പാകത്തിന് വെള്ളവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തേങ്ങാപ്പാലിന് പകരം ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടെന്ന്. അത് വേറെ ഒന്നല്ല അണ്ടിപ്പരിപ്പാണ്. ഒരു കൈപ്പിടി നിറച്ച അണ്ടിപ്പരിപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കത് നല്ല പോലെ അരച്ചെടുക്കാം. ഈ അരച്ചത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കറിക്ക് നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അത്രയും വെള്ളം മിക്സിയിൽ ഒഴിച്ചൊന്ന് കുലുക്കി ചേർത്ത് കൊടുക്കാം. കറി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് പച്ചമുളക് കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീനും ചേർത്ത് കൊടുക്കാം. മീൻ ഉടയാതെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് കറി നന്നായി ഒന്ന് തിളപ്പിക്കാം. പുളിക്ക് വേണ്ടിയിട്ട് നമ്മളിതിൽ തക്കാളി മാത്രം ചേർക്കുന്നുള്ളൂ. തക്കാളി മറ്റ് മസാലയുടെ കൂടെ വഴറ്റി അരച്ച് ചേർക്കാത്തത് കറിയുടെ കളർ അങ്ങ് മാറിപ്പോകും. അരച്ച് ചേർത്താൽ ഫിഷ് മോളിക്ക് എപ്പോഴും ഒരു യെല്ലോ കളറാണല്ലോ അല്ലേ ഉണ്ടാവാറ്. മീനിലിപ്പോൾ നന്നായിട്ട് ഗ്രേവിയിൽ ആ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ മീനിൻ്റെ ഫ്ലേവർ നന്നായി കറിയിൽ വന്നിട്ടുണ്ട്. ഗ്രേവി നന്നായി തിളച്ച് കുറുകിയിട്ടുമുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കറിയിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. അതൊന്ന് കറിയിൽ നന്നായി ഒന്ന് മിക്സ് ആക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കാത്ത ഫിഷ് മോളിയുടെ റെഡിയായി. ഈ കറി ചോറ്, ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം എല്ലാത്തിൻ്റെ കൂടി സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഈ ഒരു റെസിപ്പി ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ തീർച്ചയായും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.